ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഈ ഒരു പ്രശ്നം. അതായത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന മകൻ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള സ്ഥാനം കൊടുക്കണം, ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള സ്ഥാനം. ഡോക്ടർ സിന്ധുവിന്റെ അടുത്ത് വരുന്ന ആളുകളൊക്കെ പൊതുവെ എങ്ങനെയാ? മരുമക്കളെയാണോ അമ്മയമ്മരെയാണോ? രണ്ടുപേരെയും നോക്കാണ്ട് വരാറുണ്ട്. കാരണം ചില പ്രശ്നങ്ങൾ നമുക്ക് ഒന്നും രക്ഷയില്ലാതെ വരുമ്പോ അമ്മയമ്മനെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒത്തു പോകേണ്ട അവസരങ്ങൾ വരുമ്പോ രണ്ടുപേരോടും ഈ രണ്ട് സ്നേഹവും, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ അമ്മയ്ക്ക് തരുന്ന സ്നേഹമല്ല മരുമകൾക്ക് കൊടുക്കണേ. മരുമകൾക്ക് കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ പരിഗണനയല്ല അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. മരുമകൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവരുടേതായിട്ടുള്ള കുടുംബങ്ങളിലേക്ക് മാറുമ്പോൾ അവിടെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാര്യയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ആ സ്വാതന്ത്ര്യത്തിൽ അമ്മ കടക്കുകയാണെങ്കിൽ അമ്മേനത് പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് അമ്മ ഈ ഇതിലേക്കല്ല കയറി വരേണ്ടത്. അവിടെ ആ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന മകനാണ് അതിന്റെ ഉത്തരവാദിത്വം. രണ്ടുപേരെയും പ്രശ്നങ്ങളില്ലാണ്ട് കൺട്രോൾ ഇല്ലാണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷെ സാറേ ഇപ്പോ ഒരു 2-3 വർഷമായിട്ട് ഞാൻ കാണുന്നത് അമ്മായിമ്മമാർക്ക് ഒരുപക്ഷെ മരുമക്കളെ പേടിയാണ്. കാരണം എന്താ വെച്ചാല് മിണ്ടും പഴിക്കും ഡൊമസ്റ്റിക് വയലൻസിലേക്ക് പോണു. പിന്നെ അതുപോലെ പ്രതികളായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അമ്മായിമ്മ മാത്രമല്ല പ്രശ്നം. ഇപ്പോ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം ആകുമ്പോഴേക്കും ഡിവോഴ്സ് ചോദിച്ചു വരുന്ന പാർട്ട്നേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അമ്മായിമ്മമാർ അവിടെ പേടിക്കുകയാണ്. അപ്പുറത്തെ വീട്ടില് കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമാണ്, കോടതിയിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ എന്റെ മകൻ ഇനി കല്യാണം കഴിഞ്ഞാൽ ഞാനായിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഒരു റീസെന്റ് ഇയേഴ്സിൽ കാണുന്നത്. സുരേഷ് ബാബു ഉപ്പുമുളകും പരമ്പരയുടെ തിരക്കഥാകൃത്താണ്. ആ പരമ്പരക്കകത്ത് ഒരുപാട് അമ്മായിമ്മ മരുമോൾ പോലെ എഴുതാൻ പറ്റുന്നില്ല. അത് അവിടെ പിന്നെ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ നല്ല ബന്ധമാണ്. മരുമോനും അമ്മായിയും തമ്മിൽ വഴക്ക്. അവിടെ അങ്ങനെ വ്യത്യാസമുണ്ട്. സാർ വേറൊരു കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാലേ, ഒരു തർക്കത്തിനായിട്ട് പറയല്ല, ഞാൻ എന്റെ കൊച്ചുനാളൂര് കാണാം. എന്റെ ബന്ധുക്കളെ തന്നെ എടുക്കാം. 90% വീടുകളിലും അമ്മായിയമ്മയും എന്റെ ബന്ധുക്കളെ തന്നെ ഞാൻ പറയുന്നത്. ഒരു 10-100 ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാ. അന്നും പ്രശ്നമാണ്, ഇന്നും പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇത് വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് പിന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, മകന്റെ അമ്മയാണ് തമ്മിലാണ് ബന്ധം. ഈ ടെറിട്ടറിയിൽ ഇടിച്ചു കയറുമ്പോഴുള്ള ഇത് പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അവർക്കത് ഭാര്യയായാലും അമ്മയായാലും ഇഷ്ടമാണ്. ആ ഇഷ്ടക്കേടിന്റെ പ്രശ്നത്തിലാണോ ഈ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയമുണ്ട്. ആ സ്ത്രീകൾക്ക് അത് മാനസികമായിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ടെറിട്ടറി വലുതാണോ, അത് വലിയ അവർക്ക് വിഷയമാണ്. അവിടെ ആരും വന്നുകൂടാ എന്നൊരു മാനസിക സ്ത്രീ ഇവർക്കുണ്ടോ എന്നുള്ളത്. ഒരു പ്രശസ്തയായ സ്ത്രീ, ഞാൻ പേര് പറയുന്നില്ല, ചോദിച്ചോ പറഞ്ഞു, എന്റെ പൊന്ന് കണ്ണ അമ്മായി അമ്മ പറഞ്ഞ ഞാൻ കരഞ്ഞു സാറേ. കുറച്ചേരം ഞാൻ കഥ കേട്ടപ്പോ എനിക്ക് അത് 60 വർഷത്തിന് മുമ്പുള്ള കഥയാണ് പറയുന്നത്. അവർക്കിപ്പോ ഒരു 70 ആയി അമ്മയ്ക്ക്. ഈ അവർക്കൊരു 10-16-17 വയസ്സപ്പോഴാണ് കല്യാണം. ഈ അമ്മായി അമ്മ കുളിക്കാൻ പോകുമ്പോഴാണ് ചോറുവാരി കഴിക്കുന്നതെന്ന്. ഈ സ്ത്രീ ചോറുവാരി കഴിക്കുന്നുണ്ടോ ഉപദ്രവിക്കുന്നു. ഇത് പണ്ട് നമ്മളിപ്പോ ഇത് സീരിയലിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയില്ലേ, അന്ന് ഇപ്പൊ കാരണം ഈ കഥയിലൊക്കെ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഈ അമ്മായിമ്മയ്ക്ക് മരുമകളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മരുമകള് ഭക്ഷണത്തിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു പൂച്ചക്ക് ഇട്ട് കൊടുക്കും. പൂച്ച ചത്തില്ലെങ്കിലേ അവർ കഴിക്കൂ. അങ്ങനെ പരിപാടി ഉണ്ടായത് സാറേ. അങ്ങനെ ഒരുപാട് ഈ കഥയിൽ കാണിച്ചിട്ട് അമ്മായിമാർക്ക് പേടിയാ. കാരണം ഈ സീരിയലിൽ കാണുന്നതിന്റെ 10 ഇരട്ടി സത്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. റിയലി കെട്ടിയിട്ടടിക്കുക എന്തെല്ലാം പ്രശ്നമാണെന്നുണ്ടെന്ന് അറിയാമോ? സാറേ ഇത് നമ്മൾക്കും അമ്മായിമ്മയും കൂടിയാണ്. നമ്മുടെ മരുമകളെത്താലും ഉപരി നമ്മുടെ 100 കണക്കിന് കേസ് ഇപ്പൊ പറഞ്ഞതുപോലെ വരുന്നത്. 7 മാസം ഗർഭിണിയായ പെൺകുട്ടി ഭയങ്കര കണ്ണം പറഞ്ഞതുപോലെ ഒന്നും അല്ല. കണ്ണം പറഞ്ഞതിലൊക്കെ ഇരട്ടിയാ അവര് അതുപോലെ യാത്ര ചെയ്യുന്ന ആ ഒരാളാണ് ഞാനും. നമ്മൾ 7 മാസം ഗർഭിണിയായ 18 വയസ്സുകാരിയെ പെൺകുട്ടിയെ ഇന്നിങ്ങനെ അവർക്ക് ഉപദ്രവിക്കണമല്ലോ. ഭർത്താവും അമ്മായിയമ്മയും അമ്മാച്ചനും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് തിളച്ച ചായ ഇങ്ങനെ പതുക്കെ കൈ അറിയാതെ തട്ടിയിട്ട് വയറിലും തൊടയിലേക്കും വീടും വിളിച്ചു കൂവി കരഞ്ഞ് ഓടിയ രംഗങ്ങൾ നമുക്കറിയാം. ജസ്റ്റ് വേറൊരു കാര്യം, അമ്മായിയമ്മയ്ക്ക് വയസ്സായതുകൊണ്ട് എനിക്ക് നോക്കാൻ കഴിയില്ല, എനിക്ക് അമ്മായിയമ്മയെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസും ഉണ്ട്. അങ്ങനത്തെ മരുമക്കളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ആളാണല്ലോ. ഒരു അമ്മായിമ്മയും മരുമോൾ ഇത്തിരി ഇപ്പൊ അമ്മച്ചിയുടെ അത്രയൊക്കെ പ്രായമുള്ള ഒരു അമ്മായിമ്മ, ഒരു 1-1.5 അമ്മായിമ്മ വരുന്ന വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് മറ്റേ ഇദ്ദേഹം വരുന്നില്ല, തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വരുന്നവരെ വരുന്ന ഒരു അമ്മായിമ്മയാണെങ്കിൽ ആ അമ്മായിമ്മയ്ക്ക് ഒരു 70കളിൽ നിൽക്കുകയാണ് അമ്മായിമ്മ. ആ 70ൽ നിൽക്കുന്ന അമ്മായിമ്മയെ നേരെയാക്കണോ അതോ 30കളിൽ നിൽക്കുന്ന മരുമോളെ നേരെയാക്കണോ? അമ്മായിമ്മയെ നേരെയാക്കലേ എനിക്ക് തോന്നുന്നു നടക്കുന്ന കാര്യമല്ല. മരുമോളോട് സമാധാനപരമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ മേഡം പറഞ്ഞതുപോലെ അമ്മായിമ്മയ്ക്ക് ചികിത്സ വലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ഞാനിപ്പൊ 32 വർഷമായി പൊതുപ്രവർത്തകയായി നിൽക്കുന്നത്. ഒത്തിരി അനവധി കഴിഞ്ഞ മാസം കൂടെ ഉണ്ടായ ഒരു കേസ്. അമ്മായിമ്മയായിട്ട് എത്ര കാലത്തെ ഭരണപരിചയമുണ്ട്? 12 വർഷം.